Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to discuss a very important short story written by Hassan Blasim. The Corpse Exhibition എന്നാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്, and this is included in the AEC second semester English paper for humanities, and this is going to be the part 1 of the lesson. അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മൾ കാര്യമായിട്ട് സമ്മറിയും അനാലിസിസ് ആണ് ചെയ്യുന്നത്. So let's move on to a discussion of the writer. He was born in Baghdad in 1973, and he was living through the period of Saddam Hussein's regime. Saddam Hussein's ഭരണകാലത്ത് ഇറാഖിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. സോ ആ സമയത്ത് ഉണ്ടായിരുന്ന കുറേ പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ഹീ ഈസ് ഫ്ലീയിങ് ഇറാഖ് ആൻഡ് സെറ്റിൽഡ് ഇൻ ഫിൻലാൻഡ്. അപ്പോൾ പിന്നീട് അദ്ദേഹം യൂറോപ്പിലാണ് ജീവിക്കുന്നത്. സോ ഹി വാസ് എ ഫിലിം മേക്കർ ആൻഡ് റൈറ്റർ. 20+ ലാംഗ്വേജിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ ട്രാൻസ്ലേറ്റഡ് ആണ്. ആൻഡ് ഹി ഈസ് നോൺ ഫോർ കണ്ടംനിങ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഓഫ് കുർദ്സ് ഡ്യൂറിങ് ഹുസൈൻസ് റെജീം. സോ ഇദ്ദേഹം കുർദുകളെ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ്ഡ് മൈഗ്രേഷന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എഴുതിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അവിടുന്ന് ഇറാഖ് വിട്ട് പോവേണ്ടിയൊക്കെ വന്നിട്ടുള്ളത്. And his first collection of writing is The Madman of Freedom Square, and then he got so many prizes for Iraqi Christ in 2013. ഇദ്ദേഹത്തിൻ്റെ പല വർക്ക്സും അറബ് കൺട്രീസിൽ ബാൻഡ് ആയിരുന്നു ബിക്കോസ് ഓഫ് ദി പൊളിറ്റിക്കൽ ക്രിറ്റിസിസം. അവിടുത്തെ പല രാജ്യങ്ങളുടെയും പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയോളജീസിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഇദ്ദേഹം എഴുതിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പല ഫിലിംസും വർക്ക്സൊക്കെയും അറബ് കൺട്രീസിൽ ബാൻഡായിരുന്നു. സോ ഹിസ് ലിറ്റററി സ്റ്റൈൽ കമ്പൈൻ സറിയലിസം വിത്ത് ജേർണലിസ്റ്റിക് പ്രിസിഷൻ. ഇപ്പം നമ്മുടെ സ്റ്റോറിയിൽ നമുക്ക് കാണാവുന്ന പോലെ വളരെ കൃത്യതയുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതേസമയം വളരെ സറിയലായിട്ടുള്ള നമുക്ക് റിയൽ ആണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഈവൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് he explores psychological impacts of war and violence. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് വാറും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അക്രമങ്ങളും വയലൻസ് ഒക്കെയാണ്. ആൻഡ് ഹി യൂസസ് ഡിറ്റാച്ച്ഡ് ടോൺ വെൻ ഡിസ്ക്രൈബിങ് ദ ഹൊറിഫിക് ഈവൻറ്റ്സ് ടു ക്രിയേറ്റ് അൺസെറ്റിലിംഗ് കോൺട്രാസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി എന്ന് പറയുന്നത് സ്റ്റോറിയിൽ കാണുന്ന പോലെ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ പല റൈറ്റിങ്സും. ഈ ഹൊറിഫിക് ആയിട്ടുള്ള വയലൻറ്റ് സീൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കൃത്യതയാർന്ന ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്റ്റോറി, ദി കോപ്സ് എക്സിബിഷൻ. സോ ആസ് ദ വെരി ടൈറ്റിൽ ഷോസ്, ഇതൊരു ശവശരീരങ്ങളുടെ ഒരു എക്സിബിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ടൈറ്റിൽ. And the main characters in the corpse exhibition are primarily the senior assassin who serves as the recruiter or instructor, and the new recruit who is being trained and ultimately becomes the victim. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഒന്ന് സീനിയർ ആയിട്ടുള്ള അസാസിൻ ആണ്. അസാസിൻ എന്ന് പറഞ്ഞാൽ കില്ലർ. സോ ദിസ് ഇസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് കില്ലേഴ്സ്. ആളുകളെ കൊല്ലാൻ കൊട്ടേഷൻ എടുക്കുന്ന ഒരു കില്ലേഴ്സിൻ്റെ ഓർഗനൈസേഷൻ. ആൻഡ് നമ്മൾ ആദ്യം കാണുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കില്ലർ ഉണ്ട്, ആൻഡ് ഹീസ് ദ റിക്രൂട്ടർ. ഇദ്ദേഹമാണ് ആളുകളെ ഈ ഒരു സംഘടനയിലേക്ക് എടുക്കുന്നത്, ജോലിക്ക് എടുക്കുകയാണ്. ആൻഡ് ഹീസ് ഇൻസ്ട്രക്റ്റിംഗ്. ഇദ്ദേഹം ഒരു ടീച്ചറായിട്ട്, ഒരു ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ടു ദ ന്യൂ റിക്രൂട്ട്, ടു ദ ന്യൂ എംപ്ലോയി, ടു ദ ന്യൂ കില്ലർ. സോ ഹീസ് ബീങ് ട്രെയിൻഡ്. ആൻഡ് അവസാനം ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വരുന്നത് ഈ പുതിയതായിട്ട് വരുന്ന പുതിയ എംപ്ലോയി ഈസ് ഗെറ്റിംഗ് കിൽഡ്. ഓക്കെ, സോ ദ സ്റ്റോറി ഈസ് ടോൾഡ് ത്രൂ ദിയർ കോൺവെർസേഷൻ വിത്ത് സീനിയർ അസാസിൻ ഡൂയിങ് മോസ്റ്റ് ഓഫ് ദ ടോക്കിംഗ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കാര്യമായിട്ടും ഒരു വൺ മാൻ ഷോ പോലെയാണ്, ഒരു മോണോലോഗ് പോലെയാണ്. സോ ഹീ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്, ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റൂൾസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് ദ ഫിലോസഫി ഓഫ് ദിയർ ഓർഗനൈസേഷൻ. ഈ സംഘടനയുടെ രീതികളെക്കുറിച്ചും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് അതർ ക്യാരക്ടേഴ്സ് മെൻഷൻഡ് ബട്ട് നോട്ട് ഡയറക്ട്ലി പ്രസൻറ്റ് ഇൻക്ലൂഡ് ഏജന്റ് ഡഫ്. ഇതിൻ്റെ ഇടയിൽ കുറേ കൊലയാളികളെ കുറിച്ച് ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഏജന്റ് ഡഫ്, അതുപോലെ സൈറ്റൻസ് നൈഫ് എന്ന് പറയുന്ന ഒരു അൺഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളെ കുറിച്ച്, ദെൻ ദ നെയിൽ എന്ന് പറയുന്ന മറ്റൊരു റിക്രൂട്ടിനെ കുറിച്ച്, ആൻഡ് ദി മോർട്ടീഷ്യൻ, അതായത് മോർച്ചറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾ. അപ്പോൾ ഇത്രയും ആളുകളാണ് ഇതിൽ അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ദി സെറ്റിംഗ്, ദ പ്രൈമറി സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഈസ് ദ അൺസ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ വാർ ടോൺ ഇറാഖ്. ഇറാഖിലെ വാർ ടോൺ ആയിട്ടുള്ള റീജിയൻ ആണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറാഖ് ഒരുപാട് കാലം ഒരുപാട്
പ്രശ്നകലുഷിതമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാഖ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് എഴുതിയിട്ടുള്ളതും. ദെൻ ഇറാഖ് വാർ ഉണ്ടായിട്ടുണ്ട് 1980 to 88 വരെ. അതിനുശേഷം ഗൾഫ് വാർ ഉണ്ടായിട്ടുണ്ട്. ഇറാഖിന് കുവൈത്തിനെ കീഴ്പ്പെടുത്തിയ കോണ്ടെക്സ്റ്റിലാണ് ഗൾഫ് വാർ വരുന്നത്. അതൊരു 1990 1990 to 1991 ആണ്. അതിന് തൊട്ട് പിന്നാലെയാണ് US ഇറാഖിനെ ഇൻവേഡ് ചെയ്യുന്നതും പിന്നീട് അതിനുശേഷമാണ് സദ്ദാം ഹുസൈൻ്റെ ഒരു പീരീഡിൻ്റെ അവസാനമൊക്കെ വരുന്നത്. പക്ഷേ US ഇറാഖിനെ ഇൻവേഡ് ചെയ്യുന്നതോടുകൂടി അവിടെയുള്ള പ്രശ്നങ്ങൾ ഒന്നുകൂടെ വഷളാവുകയും, അതായത് ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് താമസിക്കുന്ന ഏരിയാസാണ്. അപ്പോൾ അവിടെ തമ്മിലുള്ള സെക്ടേറിയൻ വയലൻസ്, ഗ്രൂപ്പായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വയലൻസ്, ഫോർ എ ലോങ് ടൈം വയലൻസിൻ്റെ ഒരു സീനാണ് ആ ഒരു രാജ്യത്തുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും വയലൻസ് ഒരു നോർമലൈസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. വയലൻസിൽ തന്നെ ജീവിച്ച് അത് തന്നെ കണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു നോർമലായിട്ടുള്ളൊരു ചിന്തയോ ലൈഫോ നോർമൽസി ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഹോൾ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ the broader setting, the primary setting of the story is an unspecified location. പേര് പറയാത്ത വാർ ടോൺ ആയിട്ടുള്ള ഇറാഖിലെ പേര് പറയാത്തൊരു ലൊക്കേഷനാണ്. ആൻഡ് ദ ബ്രോഡർ സെറ്റിംഗ് ഇസ് ദ എൻറ്റയർ കൺട്രി ഓഫ് ഇറാഖ് മൊത്തമാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ദ പീരീഡ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഉള്ള ഈ ഒരു പീരീഡിൽ ഈ അസാസിൻ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ സെഞ്ച്വറീസ് റെയർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ വർക്ക്. ഇത്രയും ക്രൂവലായിട്ടുള്ള ഇൻറ്റൻഷനുള്ള ചിന്തകളുള്ള ഒരു അസാസിൻ അല്ലെങ്കിൽ കില്ലേഴ്സിൻ്റെ ഗ്രൂപ്പിന് വർക്ക് ചെയ്യാൻ പറ്റിയ വളരെ റെയർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ആ സമയത്ത് ഇറാഖിലുള്ളത്. അപ്പോൾ അവിടെ വളരെ ക്രിയേറ്റീവായിട്ട് കില്ലിങ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ സ്റ്റോറി റെഫറൻസസ് വാരിയസ് അർബൻ ലൊക്കേഷൻസ് വെർ കോപ്സസ് ആർ ഡിസ്പ്ലേഡ്. പലപ്പോഴും ഈ ഒരു സിറ്റിയിൽ കൊല്ലപ്പെടലുകൾ മാത്രമല്ല, ഈ കൊന്ന ശവശരീരങ്ങളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അതും വളരെ നോർമലൈസ്ഡ് ആവുകയാണ്. അങ്ങനെയുള്ള കൊലപാതകങ്ങളും ഈ ഒരു നോർമൽ സ്ട്രീറ്റിലൊക്കെയും അവിടെ ഇവിടെയും ശവശരീരങ്ങൾ പല രീതിയിൽ കിടക്കുന്നതൊക്കെ ആളുകൾക്ക് വളരെ നോർമലായിട്ടുള്ളൊരു സിറ്റുവേഷനായി മാറിയിരിക്കുന്നു. സോ ബിസി സ്ട്രീറ്റ്സ്, സ്ലം നൈബർഹുഡ്സ്, പല ചേരികളിൽ, അതുപോലെ ഇലക്ട്രിക്കൽ വയേഴ്സിൽ, ദെൻ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ തന്നെ ഒരു കോപ്സ് ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ജസ്റ്റിസും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ദെൻ റെസ്റ്റോറൻറ്റ്സ് സജസ്റ്റിംഗ് സെറ്റിംഗ് എക്സ്റ്റെൻസ് ത്രൂ ഔട്ട് എൻ ഇറാഖി സിറ്റി റാവേജ്ഡ് ബൈ വയലൻസ്. ഈ വയലൻസ് കൊണ്ട് ആകെ റെക്ഡായി കിടക്കുന്ന, നാമാവശേഷമായി കിടക്കുന്ന ഈ ഒരു സിറ്റിയിലെ ഏത് ഒരു കോർണറിനെയും ഈ ഒരു സെറ്റിംഗ് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ സീനിയർ അസാസിൻ, ആസ് ഐ സെഡ്, എക്സ്പ്ലെയിനിങ് ദ റൂൾസ് ഓഫ് ദിയർ ഓർഗനൈസേഷൻ. പുതിയ ആൾക്ക് റൂൾസ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹി ഔട്ട്ലൈൻസ് ദാറ്റ് ആഫ്റ്റർ സ്റ്റഡിയിങ് എ ക്ലയൻസ് ഫയൽ ദ റിക്രൂട്ട് മസ്റ്റ് സബ്മിറ്റ് എ പ്രപ്പോസൽ ഡീറ്റെയിലിംഗ് ഹൗ ദേ പ്ലാൻ ടു കിൽ ദ പേഴ്സൺ ആൻഡ് ഡിസ്പ്ലേ ദെയർ കോപ്സ്. അപ്പോൾ ഇയാൾ പറയുന്നൊരു കാര്യം, ഒരു ക്ലയൻറ്റിൻ്റെ ഫയൽ നമ്മൾ ആദ്യം പഠിക്കണം എന്നുള്ളത്. ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ ഇവർ കൊല്ലാൻ പോകുന്ന ടാർഗറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ വന്ന റിക്രൂട്ട് ആദ്യം അവർക്ക് കൊടുക്കുന്ന കൊല്ലാൻ അസൈൻമെൻറ്റ് കൊടുക്കുന്ന ആളുടെ ഫയൽ കൃത്യമായിട്ട് പഠിച്ച ശേഷം ഒരു പ്രപ്പോസൽ ഇയാൾ, നമ്മളൊരു അസൈൻമെൻ്റ് ഒക്കെ ഒരു അക്കാഡമിക് സിറ്റുവേഷനിൽ എഴുതുന്ന പോലെ ഒരു അസൈൻമെൻറ്റ് പോലെ എങ്ങനെയാണ് ഇയാളെ കൊല്ലാൻ പോകുന്നത് എന്നുള്ള ഒരു സാധനം കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. എങ്ങനെയാണ് കൊന്ന ശേഷം ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ ഡെഡ് ബോഡി എന്നുള്ളതും. സോ ദിസ് പ്രപ്പോസൽ മേ ബി അപ്രൂവ്ഡ് ഓർ മോഡിഫൈഡ് ബൈ ദ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇവരുടെ ഒരു ഓർഗനൈസേഷനിൽ ഈ കില്ലിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്. ഇവരിൽ ഉള്ള സീനിയേഴ്സ് ഇത് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പ്ലാൻ അനുസരിച്ച് ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ റിക്രൂട്ട് വിൽ ബി പെയ്ഡ് റിഗാർഡ്ലെസ് ഓഫ് സക്സസ്. ഇനി ആ ഒരു അറ്റംപ്റ്റ്, കില്ല് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ജയിച്ചാലും ഇല്ലെങ്കിലും പേയ്മെൻറ്റ് കിട്ടും. ആൻഡ് ദേ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് ദ സെയിം സാലറി. ഫെയിൽ ആയാൽ ചിലപ്പോൾ അതേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഇതേ കില്ലേഴ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് ഇയാളെ മാറ്റുമായിരിക്കും. പക്ഷേ ക്വിറ്റിംഗ് ആഫ്റ്റർ റിസീവിങ് പേയ്മെൻറ്റ് ഇസ് നോട്ട് പെർമിറ്റഡ് ആൻഡ് വുഡ് ലീഡ് ടു സിവിയർ കോൺസിക്വൻസ്. സിവിയർ കോൺസിക്വൻസസ് വരും, വളരെ പ്രശ്നം നേരിടേണ്ടി വരും ഇയാളെങ്ങാണ്ട് ഈ ഒരു ജോലി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ എന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ വാൺ ചെയ്യുന്നുമുണ്ട് ഈ ഒരു സീനിയർ. ദെൻ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ്,
ഇദ്ദേഹത്തിന് കാര്യമായിട്ട് ഇവർ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ ദ റിക്രൂട്ട് ഹീസ് ഇൻസ്ട്രക്ടിങ് ദ റിക്രൂട്ട്സ് അബൌട്ട് ഡിസ്പ്ലേയിങ് കോപ്സസ്. ഈ കോപ്സസ് ഡെഡ് ബോഡീസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇദ്ദേഹം കാര്യമായിട്ട് സംസാരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ് സബ്മിറ്റിംഗ് എ ഡീറ്റെയിൽഡ് റിട്ടൺ പ്രപ്പോസൽ ഔട്ട്ലൈനിങ് ഹൗ ദേ പ്ലാൻ ടു കിൽ ദ ക്ലയൻറ്റ് എക്സെട്ര. Then these proposals must be submitted for review and then the specialist will modify or accept the method. ഒന്നുകിൽ ഈ സ്പെഷ്യലിസ്റ്റുകൾ ഈ മെത്തേഡ് സ്വീകരിക്കും, അല്ലെങ്കിൽ അതൊരു മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു മെത്തേഡ് പറഞ്ഞു കൊടുക്കും. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് ഓൾ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി സബ്മിറ്റഡ് ഇൻ റൈറ്റിംഗ് ഓൺ സ്പെഷ്യൽ ഫോംസ്. മെയിൽ വഴിയോ ഫോൺ വഴിയോ ഒന്നുമല്ല, വളരെ കൃത്യമായിട്ട് റിട്ടൺ ആയിട്ട് സ്പെഷ്യൽ ഫോംസിൽ എഴുതി തന്നെ കൊടുക്കണം എന്നുള്ള. സോ ഒരു ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്യുന്നൊക്കെ പോലെയാണ് ഇവിടെ ഒരു കൊലയാളികളുടെ സംഘടന വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. The narrator emphasizes that creativity and artistic presentation are very crucial, with the goal being create striking, visually impactful displays. അപ്പോൾ ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് കൊല്ലുക എന്നുള്ളതല്ല. സോ ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ പ്രസൻറ്റേഷനിലുള്ള ഇന്നൊവേഷനും ഇവർ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. സോ വിഷ്വലി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഈ പബ്ലിക് പ്ലേസസിൽ ഈ ഡെഡ് ബോഡീസ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടും ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യം. ആൻഡ് ദേ ഷുഡ് സ്റ്റാൻഡ് ലൈക്ക് എ പ്രഷ്യസ് ജുവൽ അമിഡ്സ് ദ റെക്കേജ് ഓഫ് ദിസ് കൺട്രി. ആകെ നാമാവശേഷമായിട്ട് കിടക്കുന്ന റെക്കേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫെയിലിംഗ്, എല്ലാം ആകെ നാശമായിട്ട് കിടക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ ഈ ഡിസ്പ്ലേസ് ഇങ്ങനെ ആളുകൾ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണമെന്നാണ് ഇവരുടെ ഒരു വളരെ അബ്സേർഡായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ദ ഇൻസ്ട്രക്ഷൻസ് ഓൾസോ മേക്ക് ക്ലിയർ ദാറ്റ് ഫെയിലിയർ ഇൻ ആൻ അസൈൻമെൻറ്റ് ഡസൻറ്റ് എൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇനി അതിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതിനർത്ഥം ജോലി പോകുമെന്നുള്ളതൊന്നുമല്ല. ബട്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ ട്രാൻസ്ഫർ ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുമായിരിക്കും. ബട്ട് ദേ കനോട്ട് ക്വിറ്റ് ദ ജോബ്. സാധാരണ നമ്മൾ കാണുന്ന ഈ കൊലയാളി അണ്ടർഗ്രൗണ്ട് സംഘടനകളിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് പോലെ ഹീ ഈസ് നോട്ട് അലൗഡ് ടു ക്വിറ്റ് ദ ജോബ്. ജോലി ഇട്ടേച്ച് പോകാൻ പറ്റില്ല. ആൻഡ് നൗ ദ ഈസ്തറ്റിക്സ് ഓഫ് കില്ലിങ്, ഈ ഒരു കൊലപാതകത്തിൻ്റെയും അതിൻ്റെ ഡിസ്പ്ലേൻ്റെയും അതിൻ്റെ ഒരു ബ്യൂട്ടിയുടെ വശം ഇയാൾ ഒരുപാട് ഈ പുതിയ റിക്രൂട്ടിന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ദ സീനിയർ അസാസിൻ എംഫസൈസസ് ദാറ്റ് ദേ ആർ നൈദർ ടെററിസ്റ്റ് നോർ ഓർഡിനറി കില്ലേഴ്സ് മോട്ടിവേറ്റഡ് ബൈ മണി ഓർ റിലീജിയസ് ഫനാറ്റിസിസം. അപ്പോൾ ഈ ഒരു സംഘടനയുടെ സ്വഭാവത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സീനിയർ കില്ലർ ഹി സേസ് ദാറ്റ് അവർ ടെററിസ്റ്റ് അല്ല, എന്നാൽ അവർ ഓർഡിനറി കില്ലേഴ്സും അല്ല. ഓർഡിനറി കില്ലേഴ്സ് പലപ്പോഴും വാടക കൊലയാളികളായിട്ട് ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന, അപ്പോൾ ഇവർക്ക് പ്രത്യേക തരം ഒരു ഗോളുണ്ട്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. നമുക്ക് കൃത്യമായിട്ട് ഇവരെന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവരുടെ മോട്ടിവേഷൻ എന്താണ്, കാരണം എന്താണ് എന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നില്ല. ആൻഡ് ഇൻസ്റ്റെഡ് ഹി ഡിസ്ക്രൈബ്സ് ദിയർ വർക്ക് ആസ് ആർട്ടിസ്റ്റിക്. ഇവരുടെ വർക്കിന് ഇവർ വളരെ സ്പെഷ്യലായിട്ട്, ഞങ്ങളൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് എന്നുള്ള രീതിയിൽ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയായിട്ടാണ് ഇവർ സ്റ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹി സേയിങ് എവറിബഡി യു ഫിനിഷ് ഓഫ് ആസ് എ വർക്ക് ഓഫ് ആർട്ട്. നിങ്ങൾ കൊന്നുകളയുന്ന ഓരോ മനുഷ്യരും ഒരു വർക്ക് ഓഫ് ആർട്ട് ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഡിസ്പ്ലേയിങ് ദ കോപ്സസ് ക്രിയേറ്റീവ്ലി ഇസ് ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് എക്സ്പ്രഷൻ ദേ സീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡീസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അൾട്ടിമേറ്റ് ഇൻട്രസ്റ്റ് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദി അസാസിൻ ക്രിട്ടിസൈസസ് അൺഇമാജിനേറ്റീവ് കൊളീഗ്സ്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ മുന്നേ പോയിട്ടുള്ള കൊളീഗ്സിനെ കുറിച്ച് കുറേ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിൽ പലരും സേറ്റൻസ് നൈഫ് എന്ന് പറയുന്ന ഒരു കില്ലറെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കില്ലർ ചെയ്തിരുന്നത് ഹി മിയർലി ഡിസ്മെമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഓരോ അംഗഭംഗം വരുത്തുക എന്നൊക്കെ പറയുമല്ലോ, പീസായിട്ട് മുറിക്കുക. സോ ബോഡീസ് ഇങ്ങനെ കഷ്ണാക്കി മുറിച്ചിട്ട് പല പാർട്സായിട്ട് ഇലക്ട്രിക്കൽ വയേഴ്സിൽ ഒക്കെ പല കളറിലുള്ള ഓർഗൻസ്, ഹാർട്ട് ഇൻ ഡാർക്ക് ബ്ലൂ, ദെൻ ഇൻഡസ്റ്റൈൻ പാർട്ട് ഗ്രീൻ കളറിൽ, ലിവറും ടെസ്റ്റിക്കിൾസൊക്കെ യെല്ലോ കളറൊക്കെ കൊടുത്തിട്ട് വളരെ അബ്സേർഡായിട്ട് ഇലക്ട്രിക് വയേഴ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ടൗണിൽ തൂക്കിയിടുന്ന ഒരാളായിരുന്നു ഈ സേറ്റൻസ് നൈഫ് എന്ന നിക്നെയിമുള്ള ചെല്ലപ്പേരുള്ള ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു രീതിയെ തീരെ ആർട്ടിസ്റ്റിക് അല്ലാത്ത വളരെ വൾഗറായിട്ടുള്ള ഒന്നായിട്ടാണ് സീനിയർ ആയിട്ടുള്ള ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹി പ്രൈസസ് ആൻ ഏജന്റ് കോൾഡ് ഡെഫ്.
ഡെഫ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റിനെ ഇദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു മാസ്റ്റർ പീസ് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഒരു 2 ഡെഡ് ബോഡീസിൻ്റെ, ഒരു മദറിൻ്റെയും അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും ഡെഡ് ബോഡി ഡിസ്പ്ലേ ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ നേക്കഡ് വുമൺ, ദെൻ നേക്കഡ് ആയിട്ടുള്ള ഒരു വുമൺ ആൻഡ് ചൈൽഡ് പൊസിഷൻഡ് അണ്ടർ എ പാം ട്രീ ഇൻ എ ബിസി സ്ട്രീറ്റ്. വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ ഒരു പാം ട്രീയുടെ താഴെ ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുന്ന ഒരു ഡെഡ് ബോഡീസിൻ്റെ സീന്. ബട്ട് യു കനോട്ട് സീ എനി മാർക്ക് ഓഫ് ദെയർ ഡെത്ത് ഓൺ ദെയർ ബോഡീസ്. അവരുടെ ബോഡിയിൽ അവരെ കൊന്നു കളഞ്ഞതിൻ്റെ ഒരു മാർക്കും കാണാത്ത രീതിയിൽ അവരെ ജീവനുണ്ട് എന്നുള്ള തോന്നിക്കുന്ന രീതിയിൽ ഇദ്ദേഹം ഡിസ്പ്ലേ ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് അപ്രീഷിയേറ്റിംഗ് ദാറ്റ് വർക്ക്. And the senior assassin explains that their work takes advantage of Iraq's unstable situation. ഇതിനിടയിൽ എങ്ങനെയാണ് ഇവർ ഇവിടെ ഈ ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറാഖിലെ ഇന്നത്തെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, ആകെ പ്രശ്നം പിടിച്ചു കിടക്കുന്ന അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷന് അവരുടെ ബെസ്റ്റ് ചാൻസ് ആണ് എന്നത് ഇവർ പറയുന്നുണ്ട്. കാരണം ആഫ്റ്റർ ദിസ് ടൈം ദേ മേ ഹാവ് ടു ലീവ് ദ സിറ്റി. വളരെ മിസ്റ്റീരിയസ് ആയിട്ട് നമ്മളോട് കൃത്യമായിട്ട് എന്ത് തരത്തിലാണ് ഇവരുടെ വർക്ക്, ഇവർ എന്ത് ഗ്രൂപ്പാണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. സോ അതിനുശേഷം ഇവർക്ക് ചിലപ്പോൾ രാജ്യം വിട്ട് പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഹി മെൻഷൻസ് ദാറ്റ് വൈൽ പ്രീവിയസ് റിക്രൂട്ട്സ് റിസീവ്ഡ് ക്ലാസിക്കൽ ലെസൺസ് ജസ്റ്റിഫൈങ് ദിയർ ആക്ഷൻസ്, നൗ എംഫസിസ് ഓൺ ഡെമോക്രസി ആൻഡ് സ്പോണ്ടേനിറ്റി ഓഫ് ഇമാജിനേഷൻ. ആദ്യം ഇവരുടെ സംഘടനയ്ക്ക്, കൊലയാളികളുടെ സംഘടനയ്ക്ക് വർക്ക് ചെയ്യുന്ന വളരെ ക്ലാസിക്കലായിട്ടുള്ള എന്തൊക്കെയോ രീതികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവർ ക്രിയേറ്റിവിറ്റിക്കും അവരുടെ സ്പോണ്ടേനിറ്റി എന്ന് പറയുമ്പം എഫേർട്ട്ലെസ് ആയിട്ട് പ്രത്യേകിച്ച് ശ്രമങ്ങളൊന്നും കൂടാതെ ഒരാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ. സോ കൊലപാതകത്തിൽ ഉണ്ടാവേണ്ട സ്പോണ്ടേനിറ്റിയെക്കുറിച്ചും ഫ്രീ ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്ന അതിലുണ്ടാവുന്ന ക്രിയേറ്റിവിറ്റിയൊക്കെയാണ്, ഇമാജിനേഷനൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ സംഘടന വാല്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് നൗ കമ്മിങ് ടു ദ എൻഡിങ്, ദ അസാസിൻ ദെൻ ഷെയർസ് എ കോഷണറി ടെയിൽ അബൌട്ട് എ റിക്രൂട്ട് നെയ്മഡ് ദ നെയിൽ. ഇതിനുശേഷം നെയിൽ എന്ന് പറയുന്ന മറ്റൊരു ഏജൻറ്റിൻ്റെ സ്റ്റോറി പറഞ്ഞ് ഇയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തി വെക്കുന്നുണ്ട്. ബിക്കോസ് ഹി ട്രൈ ടു ചീറ്റ് ദ സിസ്റ്റം. ഇവരുടെ ഈ സംഘടനയെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് നെയിൽ. സോ ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് ഹിസ് അസൈൻ ടാർഗറ്റ് എ ചൈൽഡ്, ദ നെയിൽ പ്ലാൻ ടു സ്റ്റീൽ എ child's corpse from a hospital morgue. However, he was caught by the mortician who turned out to be a high-ranking member of the organization. നെയിലിൻ്റെ സ്റ്റോറി ഇതാണ്. നെയിലിന് ഈ സംഘടനയിൽ ചേർന്ന ശേഷം കുറച്ചും കൂടെ മനുഷ്യപ്പറ്റ് ബാക്കി നിൽക്കുകയും അങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഫീലിംഗ് ഉണ്ടാവുക, ഹ്യൂമാനിറ്റി, ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യസ്നെസ്, ഒരു മനസാക്ഷിക്കുത്ത് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഫെയിലിയർ ആയിട്ടാണ് ഈ ഒരു സീനിയർ അസാസിൻ പറയുന്നത്. അപ്പോൾ നെയിലിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ജോയിനിങ് ദിസ് ഓർഗനൈസേഷൻ ഹി സ്റ്റിൽ ഹാഡ് എ പ്രിക്ക് ഓഫ് കോൺഷ്യസ്നെസ്, മനസ്സിലൊരു മനസാക്ഷിക്കുത്ത് ബാക്കി നിൽക്കുകയും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഒരു കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. സോ ഹി വാസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അതിന് പകരം ഇദ്ദേഹം ഒരു മോർച്ചറിയിൽ പോയിട്ട് ഒരു ചൈൽഡിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ മോർച്ചറിയിലെ കീപ്പർ എന്ന് പറയുന്നത് ഈ ഒരു സംഘടനയുടെ സീനിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നത് നെയിൽ അറിഞ്ഞില്ല. ആൻഡ് ഹി വാസ് ബ്രൂട്ടലി കിൽഡ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇവർ കൊന്നുകളയാണ് ചെയ്തത്. സോ ആസ് പണിഷ്മെൻറ്റ് ദ മോർട്ടീഷ്യൻ ഡ്രഗ്ഡ് ദ നെയിൽ, ഡ്രഗ് ചെയ്തു. അതുമാത്രമല്ല കെയർഫുള്ളി സ്കിൻഡ് ഹിം അലൈവ്, ജീവനോടെ തൊലി ഉരിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഡിസ്പ്ലേഡ് ഹിസ് ബോഡി ആസ് എ ഗ്രോട്ടസ്ക് ആർട്ട് പീസ് ഔട്ട്സൈഡ് ദ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ്. അതുമാത്രമല്ല ജസ്റ്റിസിൻ്റെ മിനിസ്ട്രിയുടെ മുന്നിൽ ഇദ്ദേഹത്തിനെ ഒരു ഗ്രോട്ടസ്ക് ആയിട്ടുള്ള വളരെ വൃത്തികേടായ രീതിയിൽ, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് ഇയാളുടെ ഡെഡ് ബോഡി ഈ മോർട്ടീഷ്യൻ അവിടെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വിത്ത് ഹിസ് സ്കിൻ ഹാങ്ങിങ് ലൈക്ക് എ ഫ്ലാഗ്, ഇദ്ദേഹത്തിൻ്റെ തൊലി ഒരു ഫ്ലാഗ് പോലെ ഇങ്ങനെ പറന്ന് കളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സോ ദ സ്റ്റോറി എൻഡ്സ് ഷോക്കിംഗ്ലി വെൻ ദ സീനിയർ അസാസിൻ സഡൻലി സ്റ്റാബ്സ് ദ റിക്രൂട്ട്. ഈ സ്റ്റോറിയുടെ എൻഡിങ്ങിൽ സംഭവിക്കുന്നത്, ഇത്രയും ഭീതി ഉണ്ടാക്കുന്ന ടെറിഫൈങ് സ്റ്റോറീസ് കേട്ടപ്പോൾ നാച്ചുറലി ദ റിക്രൂട്ട് മസ്റ്റ് ഹാവ് ഷോൺ സം സൈൻസ് ഓഫ് ഫിയർ. പുതിയ വന്ന ആളുടെ മുഖത്ത് ചിലപ്പോൾ പേടിയും അതുപോലെ ടെൻഷനും കുറ്റബോധമൊക്കെ കണ്ടിരിക്കണം. ആൻഡ് സോ യു ആർ ഷേക്കിംഗ്, നീ വിറച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ഒറ്റയടിക്ക് ഈ പുതിയ റിക്രൂട്ടിനെ ഹി സ്റ്റാബിങ് ദ റിക്രൂട്ട്. So the story shows how war zones become spaces where moral boundaries collapse. This is very important. ഈ ഒരു സ്റ്റോറിയുടെ മൊത്തം ഒരു
മെസ്സേജ് എന്ന് പറയുന്നത് വാർ റിഡൺ ആയിട്ടുള്ള വാർ സോൺസിൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല. അവരുടെ മൈൻഡും സൈക്കോളജിയൊക്കെ ആകെ മാറിയിട്ട് ഒരു മോറൽ ബൗണ്ടറീസ് എല്ലാം കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഫോളൻ ഡൗൺ സ്റ്റേറ്റിലായിരിക്കും. ദ കൺട്രി ഇറ്റ് സെൽഫ് ബിക്കംസ് എൻ എക്സിബിഷൻ ഹാൾ ഫോർ വയലൻസ്. രാജ്യം മുഴുവനും ഒരു വയലൻസിൻ്റെ അക്രമങ്ങളുടെ ഒരു എക്സിബിഷൻ ഹാൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സജസ്റ്റിംഗ് ഹൗ നേഷൻസ് ടോൺ ബൈ കോൺഫ്ലിക്റ്റ് ബിക്കം ലബോറട്ടറീസ് വെർ വയലൻസ് ക്യാൻ ഫ്ലറിഷ്. അപ്പോൾ വാർ റിഡൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും സ്നേഹത്തിൻ്റെയും സിമ്പിളായിട്ട് എന്തെങ്കിലും പുറത്തു വരിക എന്നുള്ളത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അവിടെ എല്ലാം വയലൻസിൻ്റെ ഒരു എക്സിബിഷനായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ സ്റ്റോറീൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ആൻഡ് വിൽ ബി ഡൂയിങ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ലെസൺ. സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.